പാപം മോചിച്ചല്ലോ യേശുവിൻ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല എനിക്കാകുലം ലേശമില്ല ഹല്ലേലൂയ 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 ആരാധിക്കാം നമുക്കാരാധിക്കാം നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം ഹല്ലേലൂയ 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 ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണം സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണം സമർപ്പിക്കുന്നു എന്നെ സമ്പൂർണം സമർപ്പിക്കുന്നു ഹല്ലേലൂയ 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 ആരാധിക്കാം നമുക്കാരാധിക്കാം നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും സ്തോത്രഗീതങ്ങൾ പാടാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും സ്തുതിക്കുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നു മേഘ വന്നിടും എന്റെ പ്രാണനായക അങ്ങേ കാൺമനാശയേറുന്നേ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു എന്നു മേഘ വന്നിടും എന്റെ പ്രാണനായക അങ്ങേ കാൺമനാശയേറുന്നേ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു ലോകവെയിൽ ഏറ്റതാൽ പാടിത്തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി കേദാര കൂടാരങ്ങളെ സോളമൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ ലോകവെയിൽ ഏറ്റതാൽ വാടിത്തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി കേദാര കൂടാരങ്ങളെ സോളമൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ ിലെ പനിനിർപ്പൂ താഴ്വരയിൻ താമര
മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. ശരോണിലെ പനിനീർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയ. അങ്ങേ കാൺമാൻ ആർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയ. അങ്ങേ കാൺമാൻ ആർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നു മേഘ വന്നിടും എന്റെ പ്രാണനായക അങ്ങേ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നു മേഘ വന്നിടും എന്റെ പ്രാണനായക അങ്ങേ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. മനക്ലേശ തുണയെനിക്കേശുവാം കുറവിനില്ലതാൻ അനുദിന തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവനും കോട്ടയും അവനീലാകുലത്തിൽ അവൻ കുറവിനില്ലാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലും പകരുന്ന രാവിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൻ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൽ പരിചയം പലകയുമായി പരമനിപ്പാരിടത്തിൽ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആമേൻ.
വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമണിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. യേശുവേ കുറവില്ലതാൻ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഇടും ഞാൻ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴിതുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിതുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എന്റെ യേശുവേ ജീവകാലമെല്ലാം നീ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടും നന്ദിയോടെ ഞാൻ പാടിയിടുമേ തിരുഹിതമിഹേ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ തിരുഹിതമിഹേ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുന്നിൽ ഞാൻ നിന്നിടുവാൻ എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുന്നിൽ ഞാൻ നിന്നിടുവാൻ വാഴ്ത്തുമേ യേശുവേ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ആരെങ്കിലും വാക്യം കാണാപ്പാഠം പഠിച്ചത് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പഠിച്ച വാക്യങ്ങൾ പറയാം. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം ആത്മാവിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവും പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഇവ മനുഷ്യരുടെ സമ്പ്രദായങ്ങൾക്കും ലോകത്തിൻ്റെ മനുഷ്യരുടെ സമ്പ്രദായങ്ങൾക്ക് ഒത്തവണ്ണവും ലോകത്തിൻ്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണവും അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങള് സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞു. ഇനി ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പറഞ്ഞു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവുകൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അവനുള്ള കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും
നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരുവിൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആന്റണി ബ്രദറെ, തങ്കച്ചി ആന്റി പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, മ്യൂട്ടാണ്. സജി ബ്രദർ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 8 വരെ ഒന്ന് നോക്കി വായിക്കാം. സജി ബ്രദർ 2:1 വരെ അല്ലേ? 1 തൊട്ട് 8 വരെ. നിങ്ങൾക്കും ലൗദിക്യയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകിയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനെ ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്വതന്ത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനം ഒരു മനുഷ്യനെ എന്താ ബ്രദർ പറഞ്ഞേ? അല്ല, 8 വരെ വായിക്കണം. 8 അല്ല 7 വരെ വായിച്ചു. 8 വരെ വായിച്ചു. 8 വായിക്കണം മാസ്റ്റേ. 8 വായിച്ചോ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനെ ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണമുള്ളതല്ല. തിരുവചനം വായിച്ച സജി ബ്രദറിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പനിനീർ പുഷ്പം ശാരോനിരവൻ താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനിരവൻ താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ അതിവിശുദ്ധരവൻ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ അതിവിശുദ്ധരവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാ. ദൈവപിതാവേ എന്നോടെ താതനെ
ദൂതന്മാരാ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം യേശുവേ നാഥ ആശ്വാസപ്രദൻ നീ ദൂതന്മാരാ പാട്ടിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം നീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം നീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം അന്നവസ്ത്രാദിനന്മകൾ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ തന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ഹല്ലേലൂയ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം.
എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും സർവശക്തനായ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യ ലേഖനമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കൊളോസ്യ 2:6-7. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്ത വിധം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. ഈ 2-ാം അധ്യായത്തിൽ ദുരുപദേശകർ അവരുടെ മാരകമായ ദുരുപദേശങ്ങളാൽ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് ഈ 2-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ ദുരുപദേശത്തിനെതിരെ പോരാടണമെങ്കിൽ യഥാർത്ഥ ഉപദേശം എന്താണ്, പത്യോപദേശം എന്താണ്, അത് വിശ്വാസികൾ ഗ്രഹിച്ചിരിക്കണം. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ ആഴത്തിലുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരിക്കണം. ക്രിസ്തുവിൽ ആഴത്തിൽ അവർ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ദുരുപദേശത്തിനും അവരെ ഇളക്കുവാൻ സാധിക്കുകയില്ല. പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം കർത്താവ് കൊടുത്ത ശക്തിയാൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിശ്വാസി ഒരിക്കലും ദുരുപദേശത്താൽ സ്വാധീനിക്കപ്പെടാതിരിക്കുവാൻ ദൈവവചന സത്യങ്ങൾ ഒട്ടും മറച്ചു വയ്ക്കാതെ അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്, പ്രബോധിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. പുറത്തുനിന്ന് ഒന്നും സ്വീകരിക്കരുത്. എല്ലാം ക്രിസ്തുവിൽ നിന്ന്. സകല ഉപദേശവും അതിൻ്റെ സോഴ്സ് ക്രിസ്തു തന്നെ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്ത വിധം. യഥാർത്ഥ ഉപദേശം എന്താണെന്ന് നേരത്തെ പൗലോസ് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്ത വിധം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. ഇനി ദുരുപദേശങ്ങൾക്കെതിരെയുള്ള വാണിംഗ് കൊടുക്കുന്നു. 8-ാം വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്ത വിധം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. തത്വജ്ഞാനം, വെറും വഞ്ചന, ഇവ കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ഇന്നലെ അതിനെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിച്ചു. മത്തായിയുടെ എഫേസ്യ ലേഖനം 5:6 ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു വ്യാജപ്രവാചകന്മാർക്കെതിരെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:15 ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഇവിടെ കൊളോസ്യ 2:8 that no one takes you captive. ആരും നിങ്ങളെ അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോകരുത്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഗലാത്യ 4:9 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ഗലാത്യ സഭ പൗലോസാണ് സ്ഥാപിച്ചത്. യഥാർത്ഥ ഉപദേശം ക്രിസ്തുവിൻ്റെ കറകളഞ്ഞ പ്രബോധനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
ക്രിസ്തുവിൽ വേരൂന്നുവാനും പണിതുയർത്തപ്പെടാനും സഹായിക്കുന്ന തിരുവചന സത്യങ്ങൾ പൗലോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പൗലോസിൻ്റെ അഭാവത്തിൽ ചില ദുരുപദേശകന്മാർ ഗലാത്യ സഭയിലേക്ക് വരികയും ന്യായപ്രമാണത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവയിലേക്ക് തിരിച്ചു പോകുകയും വേണമെന്ന് പറഞ്ഞു. പരിച്ഛേദന പോലും സ്വീകരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ചില വിശ്വാസികൾ അത് കേട്ട് ഭ്രമിച്ചു. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. പണ്ട് ദൈവത്തെ അറിഞ്ഞിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? പണ്ട് ഇവരെ പല ദുരുപദേശങ്ങളും പ്രപഞ്ചശക്തികളുമൊക്കെ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുത്രൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ക്രിസ്തു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെയും അവർക്ക് കിട്ടി. എന്നിട്ടും ഇതാ ചിലരൊക്കെ ദുരുപദേശം കേട്ട് പഴയതിലേക്ക്, ഉപേക്ഷിച്ചതിലേക്ക് പോകാൻ വാഞ്ചിക്കുന്നു. കാരണം ദുരുപദേശകന്മാരുടെ ദുരുപദേശം. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത്, ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നാം പഠിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്, 2-ാം അധ്യായം. ഇതേ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പണ്ട് അവനെ സ്വാധീനിച്ചിരുന്ന മാനുഷികമായ പാരമ്പര്യങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ തത്വചിന്തകൾ, കർത്താവിന് പ്രകോപനപരമായ ഒരുപാട് ആരാധന രീതികളും പാപങ്ങളും. എന്നാൽ ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൽ പുതുതായി തീർന്നിരിക്കുന്ന സൃഷ്ടി, ദൈവമക്കൾ വീണ്ടും പഴയതിലേക്ക് പോകാൻ പാടില്ല. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സജി ബ്രദർ 1 കൊരിന്ത്യർ 3:18-19 വായിക്കാം. 1 കൊരിന്ത്യർ 3:18 തൊട്ട്. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനി ആകേണ്ടതിനെ ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശത്തിൽ പിടിക്കുന്നു. മനുഷ്യർക്ക് വളരെ വിലപ്പെട്ടതും മൂല്യമുള്ളതുമായി തോന്നുന്ന പല സിദ്ധാന്തങ്ങളും തത്വസംഹിതകളും ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഒന്നിനും കൊള്ളാത്തവയാണ്. മാനുഷിക ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായവ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. 1 കൊരിന്ത്യർ 3:18 തൊട്ട്. 1 കൊരിന്ത്യർ 3:18 തൊട്ട്. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഇവിടെ ഇതാ ഈ ലോകത്തിൻ്റെ വിജ്ഞാനവും തത്വചിന്തയും പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് ഇളക്കുവാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇവരെ അടിമകളാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടാണ് കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് സംസാരിക്കുന്നത്. കൊളോസ്യ ലേഖനം 2:8. See to it that no one takes you captive through philosophy and empty deception, according to the tradition of men. 2 തിമോത്തി 3:13. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. കപടനാട്യക്കാർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും. ഈ ദുരുപദേശകന്മാർ
അവർ വഞ്ചിക്കപ്പെട്ടവരാണ്. വഞ്ചിക്കപ്പെട്ട അവർ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു. എബ്രായ ലേഖനം 13:9. എബ്രായ ലേഖനം 13:9. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. യഥാർത്ഥ പ്രബോധനം ക്രിസ്തുവിലുണ്ട്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ വചനമാണ് വഴിതെറ്റിക്കാതെ സ്വർഗരാജ്യത്തിലേക്ക് ഒരുവനെ കൊണ്ടുപോകുവാൻ സഹായിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് വിപരീതമായതും മാനുഷിക ബുദ്ധിയിൽ ഉദിച്ചതുമായ പാരമ്പര്യങ്ങൾ, ഫിലോസഫി, ഇത് ആർക്കും സ്വർഗരാജ്യമോ നരകശിക്ഷാവധിയിൽ നിന്നുള്ള വിമോചനമോ നൽകുന്നില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം പാരമ്പര്യമാകരുത്, ഫിലോസഫി ആകരുത്, ദൈവത്തിൻ്റെ വചനമായിരിക്കണം. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നുവെന്നാണ്. ഫിലോസഫി ആധാരമാക്കി സംസാരിക്കുന്നുവെന്നല്ല, ഈ ലോകത്തിൻ്റെ ട്രഡീഷൻ ആധാരമാക്കി സംസാരിക്കുന്നുവെന്നല്ല, പിന്നെയോ കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ സംസാരിക്കുന്നു. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. റോമാലേഖനം 1:21 തൊട്ട്, റോമ 1:21 തൊട്ട്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. ഇതുപോലുള്ള മനുഷ്യർ ഇന്നും ധാരാളമുണ്ട്. വലിയ അറിവുണ്ട്, തത്വജ്ഞാനമുണ്ട്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഒത്തിരി കാര്യങ്ങൾ അറിയാം, ബിരുദങ്ങളുണ്ട്. പക്ഷേ സുവിശേഷം മാത്രം വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ട്. അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. രണ്ട് കൊരിന്ത്യർ 10:5. 2 കൊരിന്ത്യർ 10:5. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നു. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നാം കാണുന്ന, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളോ യോഗയോ തത്വസംഹിതകളോ ചില ക്രിസ്തീയ സഭകൾ വളരെ കാര്യമായി കൊണ്ടു നടക്കുന്ന വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളോ ഇതിൻ്റെ പുറകെ പോകരുത്. ഏതെങ്കിലും ആശയങ്ങൾ വചനവിരുദ്ധമാണ് എന്ന് നമുക്കെങ്ങനെ അറിയാം? നാം വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ചർച്ചിനകത്ത് തന്നെ ഒരു പ്രസംഗകൻ പറയുന്ന വചനവിരുദ്ധങ്ങളായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ തരും. ഇത് മാനുഷിക ബുദ്ധിക്ക് ചേർന്നതാണ്, ഇത് ദൈവത്തിൻ്റെ വചനത്തിന് ഒത്തുപോകുന്നതല്ല. അപ്പോൾ ആ പ്രസംഗത്തിലെ ആശയത്തെ നമ്മൾ 100% തള്ളിക്കളയണം. 2 കൊരിന്ത്യർ 10:5. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും, ഇത് തള്ളിക്കളയണം. ഏത്? ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. വചനവിരുദ്ധങ്ങളായ ചിന്താഗതികൾ, തത്വസംഹിതകൾ മനസ്സിൽ താലോലിച്ച് നടക്കരുത്. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. സജി ബ്രദർ 1 പത്രോസ് 1:18-19 വായിക്കാം. വ്യർത്ഥവും മൃദുപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്
നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്ത വിധം. മനുഷ്യരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ട്രഡീഷനാണ്. ഈ മാനുഷിക ട്രഡീഷൻ, അതിൻ്റെ ഉത്ഭവം മാനുഷിക ബുദ്ധിയാണ്. ദൈവവചനത്തിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവവചനവും മാനുഷിക ബുദ്ധിയുടെ സൃഷ്ടികളായ പാരമ്പര്യവും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മർക്കോസ് 7-ാം അധ്യായത്തിലും മത്തായി 15-ാം അധ്യായത്തിലും പാരമ്പര്യത്തെ പിന്തുടർന്ന അന്നത്തെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ശക്തമായി ശാസിച്ചത്. ദൈവകൽപ്പന അവർ അവഗണിച്ചു. എന്തിനു വേണ്ടി? അവരുടെ പാരമ്പര്യങ്ങൾ, മാനുഷിക കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനവും മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച പാരമ്പര്യവും ഒരു കാലത്തും ഒരുമിച്ച് പോവുകയില്ല. ഇനി നമ്മളും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പല മാനുഷിക പാരമ്പര്യങ്ങളാലും നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് തലമുറകളായി നമുക്ക് വേണ്ടാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കിട്ടിയിരുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു ക്രിസ്തീയ സഭയിൽ തന്നെ ജനിച്ചു വളർന്നവരായാലും ചില സഭകളുടെ പാരമ്പര്യം നോക്കുമ്പോൾ അത് 90% മാനുഷിക ബുദ്ധിയിലുള്ളതും പൈശാചികവും വിജാതീയ മതങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതുമാണ്. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് അയ്യോ എത്ര വലിയ പാപത്തിൻ്റെ പിടിയിലായിരുന്നു, എത്ര വലിയ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യത്തിൻ്റെ പിടിയിലായിരുന്നു എന്നൊക്കെ നാം തിരിച്ചറിയുന്നത്. ഈ പാരമ്പര്യത്തിൻ്റെ പിടിയിൽ നിന്ന് വിമോചനം കിട്ടണമെങ്കിലും ദൈവത്തിൻ്റെ കൃപ വേണം. പാരമ്പര്യത്തിന് ശക്തമായി ഒരുവനെ ബന്ധിക്കുവാൻ കഴിയും. ഇന്ന് പല സഭകളിലും വചനമല്ല പാരമ്പര്യത്തിനാണ് മുൻതൂക്കം. അതിനകത്ത് കിടക്കുന്ന ജനങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ, ആ പാരമ്പര്യം വിട്ട് പുറത്ത് കടക്കുവാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാരമ്പര്യം ശക്തമായ ബന്ധനമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അത്തരത്തിലുള്ള പാരമ്പര്യ ബന്ധനത്തിൽ നിന്ന്, മനുഷ്യബുദ്ധിയിൽ ഉദിച്ച ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. രക്തം കൊണ്ട് നമ്മുടെ സകല പാപക്കറകളെയും കഴുകി ശുദ്ധീകരിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചു. കർത്താവ് നമ്മളെ രാജകീയ പുരോഹിതരും വിശുദ്ധ വംശവും സ്വന്തം ജനവും ഹോളി നേഷനുമാക്കി. ഇനി ഒരിക്കലും യാതൊരു പ്രയോജനവുമില്ലാത്ത വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിലേക്കും ഹ്യൂമൻ ട്രഡീഷൻസ്, അതുപോലെ തന്നെ തത്വചിന്ത, വചനവിരുദ്ധങ്ങളായ ആശയങ്ങൾ, അതിൻ്റെ പിന്നാലെ പോകരുത്. 1 പത്രോസ് 1:18 തൊട്ട് 1 പത്രോസ് 1:18 തൊട്ട് ഒരു മിനിറ്റ്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി, സമ്പ്രദായം അല്ലെങ്കിൽ ട്രഡീഷൻ, പിതാക്കന്മാരിൽ നിന്ന് തലമുറകളായി നമുക്ക് ലഭിച്ചത് വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ തന്നെയായിരുന്നു. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. സ്വന്തം മിടുക്കുകൊണ്ടല്ല നാം ഈ അന്ധതയിൽ നിന്ന്, വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന്, അനേക പാപങ്ങളിൽ നിന്ന് പുറത്തു കടന്നത്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഇങ്ങനെ ഒരിക്കൽ പാരമ്പര്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടവർ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ഇനി ഒരിക്കലും ഏത് ദുരുപദേശകൻ്റെ ദുരുപദേശം കേട്ടാലും ഉപേക്ഷിച്ചതിലേക്ക് പോകരുത്. ഏത് വചനവിരുദ്ധങ്ങളായ, പണ്ട്
ഒരുപാട് വചനവിരുദ്ധങ്ങളായ ആചാരങ്ങൾ, ട്രഡീഷൻസ്, അതൊക്കെ തിങ്ങി നിറഞ്ഞ സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായാലും ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഒരിക്കലും പഴയതിലേക്ക് തിരികെ പോകരുത്. കൊളോസ്യർ 2:18 മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗലാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. വിശ്വാസികളെ വഞ്ചിക്കാൻ നടക്കുന്ന ദുരുപദേഷ്ടാക്കൾ മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ ദർശനം കണ്ടു എന്ന് വ്യാജമായി പറയുന്നവരുണ്ട്. കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 2:8 ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ പലതും നമ്മൾ ധ്യാനിച്ചു. ഒന്നാമതായി ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നോ വൺ ടേക്സ് യു ക്യാപ്റ്റീവ് ത്രൂ ഫിലോസഫി ആൻഡ് എംപ്റ്റി ഡിസെപ്ഷൻ. തത്വചിന്തകളാൽ ആരും നിങ്ങളെ വശീകരിക്കരുത്, അടിമകളാക്കരുത്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത്, അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് മെൻ. ഈ തത്വചിന്തകളൊക്കെ മാനുഷിക പാരമ്പര്യം അനുസരിച്ചുള്ളവയാണ്. അവ നമുക്ക് നിത്യജീവൻ തരുന്നില്ല, അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് മെൻ, മനുഷ്യൻ്റെ പാരമ്പര്യം അനുസരിച്ച്. ഇനി അതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് മെൻ. ട്രഡീഷൻ, പാരമ്പര്യം, അതിൻ്റെ ഉത്ഭവം മാനുഷിക ബുദ്ധിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ദൈവത്തിൻ്റെ വചനം അതിശ്രേഷ്ഠമാണ്. പിന്നെ എന്തിന് മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച പാരമ്പര്യങ്ങളിലേക്ക് പോകണം? ഇന്ന് പല ക്രൈസ്തവ സഭകളിലുമുള്ള വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയോ ഭോഷത്വമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഉന്നതമായ, പൊന്നിനേക്കാളും വിലയുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അത് ബൈബിളിലുണ്ട്. അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കെ എന്തിന് ഈ വചനവിരുദ്ധങ്ങളായ ട്രഡീഷൻസ് പിന്തുടരണം? മറിയത്തെക്കുറിച്ചൊക്കെ ചില സഭകൾ ഇന്ന് പഠിപ്പിക്കുന്ന വചനവിരുദ്ധങ്ങളായ കാര്യങ്ങൾ തികച്ചും ഭോഷത്വമാണ്. മറിയാരാധനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ മറിയത്തെ ദൈവത്തെക്കാളും ഉപരിയായി പ്രതീക്ഷിക്കുന്ന അവസ്ഥ. എത്രയോ ആടുകളാണ് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ബൈബിളിലില്ലാത്ത ഒരു പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് അവരെ അകറ്റി മറിയാരാധകരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് പാരമ്പര്യം വരുത്തുന്ന ഒരു അപകടം മാത്രം. ഏതെങ്കിലും ഒരു പ്രത്യേക ചർച്ചിൽ മാത്രമല്ല വിശ്വാസികളെ പാരമ്പര്യം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പല ചർച്ചിലും ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ പാരമ്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഏത് സഭയിലും ആത്മീയമായി മരിച്ച വിശ്വാസികൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പാരമ്പര്യം പാലിക്കണമെന്നല്ല. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുമാണ്. പാരമ്പര്യം ആരെയും ജീവിപ്പിക്കുന്നില്ല, ആത്മീയ ജീവൻ കൊടുക്കുന്നില്ല. വചനവിപരീതമായ പാരമ്പര്യങ്ങൾ മനുഷ്യനെ കർത്താവിൽ നിന്ന് അകറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതിശ്രേഷ്ഠമായ തിരുവചനം അതിൻ്റെ സ്വാദ് അനുഭവിച്ച യാതൊരുവനും വചനവിരുദ്ധങ്ങളായ മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾക്ക്, തത്വസംഹിതകൾക്ക്, ട്രഡീഷൻസിന് അതിൻ്റെ പുറകെ പോകില്ല. പിന്നെ ദൈവവചനത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യം കിട്ടാത്ത പാവപ്പെട്ട വിശ്വാസികളാണ് ഈ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യം, പ്രതിമാവണക്കം, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി ഗോസ്പൽ, മറിയാരാധന, വചനവിരുദ്ധങ്ങളായ ബലികൾ അതിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഒരു കാരണം, അങ്ങനെ പോകുന്നവർക്ക് വചനത്തിലെ യഥാർത്ഥ സത്യങ്ങൾ അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവരെ എളുപ്പം കബളിപ്പിക്കുവാൻ സഭാ നേതാക്കന്മാർക്ക് കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാരമ്പര്യത്തിനെതിരായി സംസാരിച്ചു. നാം പഠിക്കുന്നത് കൊളോസ്യ ലേഖനം 2-ാം അധ്യായമാണ്. ഈ 2-ാം അധ്യായത്തിൽ മാനുഷിക ബുദ്ധിയിൽ ഉദിക്കുന്ന
പാരമ്പര്യത്തെയും സമ്പ്രദായങ്ങളെയും പൗലോസും ശക്തമായി എതിർക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികളാണ് എങ്കിൽ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളോട്, ബൈബിളിൽ കാണാത്ത അനുഷ്ഠാനങ്ങളോട്, ആചാരങ്ങളോട്, മറിയഭക്തിയോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ ആത്മീയ നാശത്തിന് അത് കാരണമാകും. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സാധാരണക്കാർ കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ചുങ്കക്കാരും വേശ്യകളും അവർ മാനസാന്തരപ്പെട്ടു, വചനം സ്വീകരിച്ചു. പക്ഷേ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച പരീശന്മാരും ശാസ്ത്രിമാരും മാനസാന്തരപ്പെട്ടില്ല. അവരിൽ ക്രിസ്തുവിൻ്റെ വചനം ഒരു മാറ്റവും വരുത്തിയില്ല. പിന്നെയോ അവർ ക്രിസ്തുവിൻ്റെ വചനത്തെ വിമർശിക്കുവാൻ തുടങ്ങി. ഇന്നും ഇതുതന്നെയാണ്. വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ, ക്രിസ്തു കൽപ്പിക്കാത്തതും അപ്പസ്തോലന്മാർ കൽപ്പിക്കാത്തതും ബൈബിളിൽ കാണാത്തതുമായ പാരമ്പര്യങ്ങൾ, അത് മറിയത്തിൻ്റെ പേരിലാകട്ടെ, പ്രതിമകളുടെ പേരിലാകട്ടെ, ബലിയുടെ കർത്തൃമേശയുടെ പേരിലാകട്ടെ, എന്തിൻ്റെ പേരിലായാലും ഈ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളുടെ പുറകെ പോയാൽ ശുദ്ധമായ വചനത്തോട് എതിർക്കുകയാണ് സാധാരണ പതിവ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് ധാരാളം കണ്ടിട്ടുണ്ട്. വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികളോട് വചനത്തിൽ, ബൈബിളിൽ ഇതാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണയായിട്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം പാരമ്പര്യം അവരെ അത്രമാത്രം വചനത്തിൻ്റെ ശത്രുക്കളാക്കി തീർത്തു കഴിഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് പാരമ്പര്യം എന്ന് കേൾക്കുമ്പോൾ അത് പാരമ്പര്യമല്ലേ, അതിനെ നിസ്സാരമായി വിടരുത്. ഇത് ആ പഴയ പാമ്പ് വചനം അനുസരിക്കാതിരിക്കാൻ വേണ്ടി വചനവിരുദ്ധമായ രീതിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ക്രിസ്തുവിൽ നിന്ന് തെറ്റിപ്പോകുവാൻ ആ പഴയ പാമ്പ് കണ്ടുപിടിച്ച തന്ത്രമാണ്. ചില മനുഷ്യരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് ഹവ്വയെ വഴിതെറ്റിച്ച ആ പാമ്പ് തന്നെയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ് മത്തായി 15:6 തൊട്ട്, ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, ഏശയ്യാ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നാം വായിച്ചത് മത്തായി 15:6 തൊട്ടാണ്. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. പാരമ്പര്യം പാലിക്കുന്നവർ നിശ്ചയമായും ദൈവവചനത്തെ നിരർത്ഥകമാക്കും. ദൈവവചനത്തെ അവഗണിക്കാതെ ഒരിക്കലും അവർക്ക് പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ പറ്റില്ല. ഇപ്പം മറിയഭക്തി പ്രചരിപ്പിക്കണമെങ്കിൽ എഴുതപ്പെട്ട ബൈബിളിലെ അനേക വചനങ്ങൾക്കെതിരെ ഒരു നിലപാടെടുക്കണം. പ്രതിമകളെ വണങ്ങണമെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തോട് ഒരു മത്സരം തന്നെ നടത്തിയിരിക്കണം. അപ്പം മുറിക്കൽ അത് ഒരു പാപപരിഹാര ബലിയല്ല, അത് ഓർമ്മയാചരണമാണ്. എന്നാൽ ഓർമ്മയാചരണം പ്ലസ് പാപപരിഹാര ബലി എന്നൊക്കെ പറഞ്ഞ് അപ്പം മുറിക്കലിനെ ഒരു ബലിയാക്കുന്നവർ എഴുതപ്പെട്ട അനേക വചനങ്ങൾക്കെതിരെ മത്സരിക്കണം. അല്ലാതെ അവർക്ക് അപ്പം മുറിക്കലിനെ ഒരു പാപപരിഹാര ബലിയാക്കി അവതരിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഒരേയൊരു മധ്യസ്ഥൻ, ആ മധ്യസ്ഥൻ യേശുവാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ അനേക മധ്യസ്ഥരുണ്ട് എന്ന് പഠിപ്പിക്കണമെങ്കിൽ എഴുതപ്പെട്ട വചനങ്ങൾക്കെതിരെ മത്സരം നടന്നിരിക്കണം. അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. അത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ കാര്യമല്ല, ഏത് സഭയാകട്ടെ, വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ അവിടെ നടമാടുന്നുവെങ്കിൽ അവിടെയൊക്കെ ഈ അവസ്ഥ തന്നെയാണ്. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, ഇങ്ങനെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ വ്യർത്ഥമാക്കുന്നവരെ കർത്താവ് വിളിച്ചത് ഭയങ്കര ഭക്തന്മാരെ, അഭിഷിക്തന്മാരെ, ബിഷപ്പുമാരെ എന്നൊന്നുമല്ല. ഇന്ന് വചനവിരുദ്ധങ്ങളായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അഭിഷിക്തന്മാരെന്നും പല പല ടൈറ്റിലുകളും കൊടുത്ത് അവരെ പൂജിക്കുന്ന പരിപാടി ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവ് ഈ
ദൈവവചനത്തെ പാരമ്പര്യം കൊണ്ട് നിരർത്ഥകമാക്കുന്നവരെ വിളിച്ചത് എന്താണ്? അവർക്ക് യോജിക്കുന്ന പേരെന്താണ്? കപടനാട്യക്കാരെ, ഏശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. എന്താണ് ഏശയ്യ ഇവരെക്കുറിച്ച് പ്രവചിച്ചത്? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അയ്യോ, ഞങ്ങൾ ഭയങ്കര കർത്താവിൻ്റെ ഭക്തന്മാരാണ്, കർത്താവിനോട് ഏറ്റവും അടുത്തവരാണ്, ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളൊക്കെ കേൾക്കേണ്ടത്, ഞങ്ങൾ ഭയങ്കര ഭക്തിയുള്ളവരാണ്. പറച്ചിൽ കേൾക്കുമ്പോൾ തോന്നും ഇവർ വചനം ഒക്കെ അനുസരിക്കുന്നവരാണ്. പക്ഷേ അത്തരക്കാരാണ് വചനം അനുസരിക്കാതിരിക്കുന്നതും മറ്റുള്ളവർ വചനം അനുസരിക്കാതിരിക്കുവാൻ പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും. ഇവിടെ കർത്താവ് പറയുകയാണ്, കപടനാട്യക്കാരെ, ഏശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ചിലർ പറയാറുണ്ട് ബൈബിളും വേണം പാരമ്പര്യവും വേണം. ഒരിക്കലും അത് നടക്കുകയില്ല. ഒന്നുകിൽ ബൈബിൾ അല്ലെങ്കിൽ പാരമ്പര്യം. ഇത് രണ്ടും ഒരുമിച്ച് ആർക്കും സേവിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തെയും പിശാചിനെയും ആർക്കെങ്കിലും ഒരുമിച്ച് സേവിക്കാൻ പറ്റുമോ? ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പിശാച്. പാരമ്പര്യം മാനുഷിക ബുദ്ധിയിൽ ഉദിച്ചതാണ്. പലപ്പോഴും പാരമ്പര്യങ്ങളുടെ ഉപജ്ഞാതാവ് പിശാച് തന്നെയാണ്. പിശാചാണ് മനുഷ്യർക്ക് വചനവിരുദ്ധങ്ങളായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടുപിടിക്കുവാൻ പ്രേരണ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റേതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളും പ്ലസ് പാരമ്പര്യവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. ഇവിടെ ക്രിസ്തു പറയുകയാണ്, അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഈ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിരർത്ഥകമാക്കുന്ന ഈ പരീശന്മാരും ശാസ്ത്രിമാരും അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിച്ചിരുന്നു. സ്തോത്രവും ഹല്ലേലൂയ ഒക്കെ അവരും പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ ആരാധന ദൈവം സ്വീകരിച്ചില്ല. ഇതാണ് പാരമ്പര്യത്തിൻ്റെ പുറകെ പോയാലുള്ള അപകടം. പാരമ്പര്യത്തിൻ്റെ പുറകെ പോയാൽ ക്രിസ്തു പറയുകയാണ്, അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഇവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഒരു പ്രയോജനവുമില്ല. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്? മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. അനേക ക്രിസ്ത്യാനികളുടെ ആരാധനയും വ്യർത്ഥമാണ്. അത് സ്വർഗത്തിലേക്ക് പോകാതെ ഈ ഭൂമിയിൽ അവരിയ്ക്കുന്ന ചർച്ചിനകത്ത് റൂഫിന് കീഴെ ആ ആരാധനകളും സ്തോത്രങ്ങളും വട്ടം കറങ്ങുകയാണ്, മുകളിലേക്ക് പോകുന്നില്ല. കാരണം എന്താണ്? അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം ഒരാളെന്ന് എടുത്ത് വായിക്കാം. മർക്കോസ് 7-ാം അധ്യായം 6 തൊട്ട് 9 വരെ ആർക്കെങ്കിലും കിട്ടിയാലൊന്ന് വായിക്കാം. മർക്കോസ് 7-ാം അധ്യായം 6 തൊട്ട് 9 വരെ ഒന്ന് വായിക്കാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ മർക്കോസ് 7:6 മുതൽ. ഓക്കെ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 6 തൊട്ട്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ഇവിടെ ക്രിസ്തു വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പാരമ്പര്യം പ്രമാണിക്കുന്നു.
മാനുഷിക പാരമ്പര്യങ്ങൾ പ്രമാണിക്കണമെങ്കിൽ ദൈവകൽപ്പന ഉപേക്ഷിക്കണം. അല്ലാതെ മാനുഷിക പാരമ്പര്യവും ദൈവകൽപ്പനയും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വ്യക്തി ചതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ്. ഈ ദൈവകൽപ്പന എവിടെയാണുള്ളത്? അത് ബൈബിളിലാണുള്ളത്. ദൈവകൽപ്പന അത് ഏതെങ്കിലും സഭാപ്രബോധനമല്ല. സഭാപ്രബോധനങ്ങൾ മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായി ബൈബിളിലുള്ളത് സഭാപ്രബോധനങ്ങളല്ല, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിങ്ങളുടെ പാരമ്പര്യം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. ദൈവകൽപ്പന, ദൈവത്തിൻ്റെ വചനം തള്ളിക്കളയാതെ പാരമ്പര്യം പാലിക്കാൻ പറ്റില്ല എന്ന് വീണ്ടും അവിടെ വളരെ വ്യക്തം. വീണ്ടും 13-ാം വാക്യത്തിൽ, മർക്കോസ് 7:13, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. 1-ാം നൂറ്റാണ്ടിലെ പരീശന്മാരും ശാസ്ത്രിമാരും അവർ കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടാതെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചു. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ. ഇവർക്കൊരു പ്രത്യേക ഉപദേശമുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ബൈബിളിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ സഭാപ്രബോധനമാണ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ഉപദേശം. ആ ഉപദേശം എന്താണ്? എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായ സഭാപ്രബോധനം. ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും അത് തന്നെയാണ് ചെയ്തത്. നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ. ഇവർക്ക് വേറെ പുതിയതൊന്നും വാസ്തവത്തിൽ ഉപദേശിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇവർ കപടഭക്തിക്കാരല്ലാതിരുന്നുവെങ്കിൽ ഇവർ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാതെ ദൈവത്തിൻ്റെ വചന ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ ഇവർ വചനവിരുദ്ധങ്ങളായ കാര്യങ്ങളും ട്രഡീഷൻസുമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ, പാരമ്പര്യത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ദൈവകൽപ്പന ദുർബലമാക്കാൻ വേണ്ടിയാണ്, അവഗണിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പാരമ്പര്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. വചനവിരുദ്ധങ്ങളായ പ്രസംഗങ്ങൾ, പ്രബോധനങ്ങളെല്ലാം ധാരാളമായി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്നും അത് ബാധകമാണ്. ഇനി ഒരുവൻ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയാൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ അവൻ എന്തു ചെയ്യും? അവൻ ഈ മാനുഷിക പാരമ്പര്യങ്ങളൊക്കെ ഉപേക്ഷിക്കും. മാനുഷിക പാരമ്പര്യത്തിൻ്റെ പൊള്ളത്തരവും അതിൻ്റെ പുറകെ പോയാൽ ഉണ്ടാകാവുന്ന അപകടവും രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൗലോസ് ഒരിക്കൽ യഹൂദമത ഭക്തനായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അതുവരെ ലാഭമായി കരുതിയിരുന്ന തൻ്റെ മതപാരമ്പര്യവും സകലവും ചപ്പും ചവറുമായി എണ്ണി. കാരണം കിട്ടേണ്ടത് കിട്ടി, ഏറ്റവും ഉന്നതമായത് ലഭിച്ചപ്പോൾ മറ്റുള്ളതെല്ലാം തള്ളിക്കളയുകയാണ്. നമുക്കെന്തുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ വളരെ മുറുകെ പിടിച്ചിരുന്ന ചില പാരമ്പര്യങ്ങളുണ്ട്. ശിശുസ്നാനം, സ്വരൂപവണക്കം, കുർബാന എന്ന പാപപരിഹാര ബലി, മറിയത്തോടുള്ള അപേക്ഷ, ഇങ്ങനെ ഒരുപാട് ആചാരങ്ങൾ, പെരുന്നാളുകൾ ഒരു കാലത്ത് നമ്മൾ വളരെ ഭക്തിയോടെ മുറുകെ പിടിച്ചിരുന്നവരാണ്. അതൊക്കെ തള്ളിക്കളയുവാൻ നമുക്ക് എങ്ങനെ സാധിച്ചു? യഥാർത്ഥ വചന ഉപദേശങ്ങൾ, ആ ശ്രേഷ്ഠമായ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചപ്പോഴാണ് നമ്മൾ അതുവരെ വലിയ കാര്യമായി കൊണ്ടു നടന്നിരുന്ന ആചാരങ്ങളൊക്കെ പെട്ടെന്ന് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചത്. ഇത് വാസ്തവത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൽ നടന്നിരിക്കും. സജി ബ്രദർ ഗലാത്യ ലേഖനം 1:13-16 വരെ ഒന്ന് വായിക്കാം. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പ്രഭു പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു.
ഗലാത്യ ലേഖനം 1:13 തൊട്ട്. ഇവിടെ പൗലോസ് തൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഗലാത്യ 1:13 തൊട്ട്. മുമ്പ് യഹൂദ മതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. ഒരു ശക്തമായ പാരമ്പര്യത്തിൻ്റെ അടിമയായിരുന്നു പൗലോസ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത്, എൻ്റെ വംശത്തിൽപ്പെട്ട മുമ്പ് യഹൂദ മതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതം, എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയായിരുന്നു. പക്ഷേ പിന്നെ എന്താണ് സംഭവിച്ചത്? താഴെ പറയുന്നു, എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ആ വിളി വ്യക്തമായി തിരിച്ചറിഞ്ഞത് ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ്. അന്ന് തൊട്ട് തൻ്റെ യഹൂദ മത പാരമ്പര്യം ഉപേക്ഷിച്ചു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി. പിന്നെ പൗലോസ് താൻ അതുവരെ മുറുകെ പിടിച്ച യഹൂദ മത പാരമ്പര്യങ്ങളല്ല ആചരിച്ചതും പ്രമാണിച്ചതും. എന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടി വീണ്ടും ജനനം പ്രാപിച്ചുവോ അന്നു തൊട്ട് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പഴയ നിയമത്തിൽ നിന്ന് അദ്ദേഹം ധാരാളം പ്രസംഗിച്ചു. അതിൻ്റെ എല്ലാ ഉദ്ദേശം ക്രിസ്തുവിൽ ജനങ്ങൾ വിശ്വസിക്കണം. അതിനുവേണ്ടി പഴയ നിയമ തിരുവെഴുത്തുകളെ ആസ്പദമാക്കി അദ്ദേഹം സംസാരിച്ചു. ഇനി ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം നഷ്ടമായി, ഛേദമായി എണ്ണുന്നു. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിച്ച് വീണ്ടും വചനത്തിലേക്ക് വരാമെന്ന് കരുതുന്നു. 5 മിനിറ്റ് സമയം നമുക്ക് കർത്താവിനെ എല്ലാവർക്കും സ്തുതിക്കാം. വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവിടുത്തെ ജീവന്റെ വചനം അവിടുന്ന് നമുക്ക് സമൃദ്ധിയായി തന്നു. ദൈവജനത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വാഴ്ത്തുക. അവിടുത്തെ ആരാധന 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 ഒന്നും മറക്കരുത്.
തകർന്നേക്കാളൊക്കെ വിലയുള്ള
Thank you, Jesus. We worship you, Lord. Worship you, Lord. അവിടുത്തെ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ഹാലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രാജാതിരാജാവിന് സ്തോത്രം. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായവനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, അഥവാ അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് മെൻ. മാനുഷിക പാരമ്പര്യം. ആ മാനുഷിക പാരമ്പര്യത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഈ മാനുഷിക പാരമ്പര്യം എന്ന കെണിയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. 1 പത്രോസ് 1:18 തൊട്ട്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന്, അഥവാ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഈ കൊളോസ്യ സഭയിലുള്ള വിശ്വാസികൾ ഒരു കാലത്ത് വ്യർത്ഥമായ പാരമ്പര്യം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ജീവിത രീതി, അതിൻ്റെ അടിമകളായിരുന്നു. എന്നാൽ സുവിശേഷം കേട്ടപ്പോൾ, അത് വിശ്വസിച്ചപ്പോൾ കർത്താവ് അവർക്ക് പാപത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും മോചനം കൊടുത്തു. യേശു അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ചില ദുരുപദേശകന്മാർ വന്ന് വീണ്ടും ദുരുപദേശം പറഞ്ഞ് ഇവരെ അടിമകളാക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത്, ആ മാനുഷിക പാരമ്പര്യത്തിലേക്ക്, തത്വചിന്തകളിലേക്ക് നിങ്ങൾ പോകരുത്. അതെല്ലാം അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് മെൻ. നേരത്തെ പറഞ്ഞല്ലോ, ഈ പാരമ്പര്യത്തിൻ്റെ ഉത്ഭവം എന്താണ്? പാരമ്പര്യത്തിൻ്റെ ഉത്ഭവം മാനുഷിക ബുദ്ധിയാണ്, പ്ലസ് പിശാചിൻ്റെ ചിന്താഗതിയും. അതെല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ജീവൻ്റെ വചനമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഇനി കർത്താവായ യേശുവിൻ്റെ കാലത്ത് ഈ പാരമ്പര്യം പാലിക്കുന്നവർ ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ച് പാരമ്പര്യത്തിന് മുൻതൂക്കം കൊടുത്തു. ഇന്നും ചില സമുദായങ്ങളിൽ അവർ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ചില വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ, അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. 4-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ആചാരമാണ് ശിശുസ്നാനം. അത് ബൈബിളിലെ യഥാർത്ഥ സ്നാനവുമായി ഒരു ബന്ധവുമില്ല എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നാനത്തെ ഒരിക്കലും അവർ ചോദ്യം ചെയ്യാറില്ല. അത് വചനവിരുദ്ധമാണെങ്കിലും അതിനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വരൂപ വണക്കം എന്ന ആചാരം ചില സഭകളിലുണ്ട്. 10 കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും സ്വരൂപമോ പ്രതിമയോ നീ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. 3 കാര്യങ്ങളാണ് 2-ാമത്തെ കൽപ്പന വിലക്കിയിരിക്കുന്നത്. സ്വരൂപത്തെ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. അപ്പോൾ സ്വരൂപത്തെ ആരാധിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ, വണങ്ങിയാൽ നരകത്തിൽ പോകില്ല. സ്വരൂപത്തെ വണങ്ങുന്നത് ഭക്തിവർദ്ധകമായ ഒരു കാര്യമാണ്. വിശുദ്ധരുടെയും യേശുവിൻ്റേതും ഒക്കെ ഓർമ്മ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പ്രതിമകളുടെ സഹായം വേണം എന്നൊക്കെ പറഞ്ഞ് ഇത് ഭക്തിവർദ്ധക വസ്തുവായിട്ടാണ് പ്രതിമാ വണക്കത്തെ
ചില സഭാ സമൂഹങ്ങൾ കൊണ്ട് നടക്കുന്നത്. അതിനെതിരായിട്ട് ഒരിക്കലും അവർ ചിന്തിക്കാറില്ല. ആ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യം, ദൈവത്തിന് പ്രകോപനം വരുത്തുന്ന ആ പ്രതിമാവണക്കത്തെ, പിതാക്കന്മാരിൽ നിന്ന് അവർക്ക് കിട്ടിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വചനവിരുദ്ധമായ ദൈവത്തിന് പ്രകോപനപരമായ സ്വരൂപവണക്കം എന്നുള്ള ആചാരം, അതിനെ അവർ അതിശ്രേഷ്ഠമായ ഒരു ആചാരമായി കരുതുന്നത് കൊണ്ട് അതിനെ സാധാരണ രീതിയിൽ ചോദ്യം ചെയ്യാറില്ല. ഇതാണ് ഈ പാരമ്പര്യത്തിൻ്റെ പുറകെ പോയാൽ ദൈവത്തിൻ്റെ വചനത്തെ അവഗണിക്കുകയും പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാതെ ഏതോ വിലപ്പെട്ട കാര്യം എന്ന രീതിയിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ കർത്തൃമേശ അതൊരിക്കലും പാപപരിഹാര ബലിയല്ല. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആ കർത്തൃമേശ ഒരു ബലിയാക്കുവാനും ആവർത്തിച്ച് ബലിയർപ്പിക്കുവാനും ക്രിസ്തു പറഞ്ഞിട്ടില്ല. ആ പഴയ നിയമ പൗരോഹിത്യവും ബലിപീഠവും ബലിവസ്തുവും പുരോഹിത വസ്ത്രവും ഒക്കെ യേശു ക്രിസ്തു എന്നേക്കുമായി നീക്കിക്കളഞ്ഞു. അത് നീക്കിക്കളഞ്ഞ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാനാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ രക്തം ചിന്തി മരിച്ചത്. അതുകൊണ്ട് ഇനി ആ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ഓർമ്മിക്കുവാനുള്ള കർത്തൃമേശ അപ്പം മുറിക്കലുണ്ട്. അതൊരു രീതിയിലും പാപപരിഹാര ബലിയോ പുരോഹിതന്മാരാൽ ബലിപീഠത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ട ഒരു ബലിയോ അല്ല. കാരണം ബലികൾ എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ എങ്കിലും ഈ വചനവിരുദ്ധങ്ങളായ ബലികളെ വളരെ ഭക്തിയോടെ കാണുകയും അതിനൊരിക്കൽ പോലും ചോദ്യം ചെയ്യാതെ അത് വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നവരും ഉണ്ട്. കാരണം എന്താണ്? പാരമ്പര്യം വന്നു കയറിയാൽ ദൈവത്തിൻ്റെ വചനത്തെ അവഗണിക്കുകയും ഈ മാനുഷിക പാരമ്പര്യങ്ങൾ ഏറ്റവും വലിയ ഒന്നാണ് എന്ന് പറഞ്ഞ് അതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ബൈബിൾ നമ്മോട് പറയുന്നത് കണ്ണടച്ച് എല്ലാം വിശ്വസിക്കാനല്ല, പിന്നെയോ എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. 1 തെസ്സലോണി 5:21. 1 തെസ്സലോണി 5:21. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. ഏത് സഭയിൽ ഏത് പാരമ്പര്യമായാലും മനുഷ്യൻ വളരെയധികം ഭക്തിയോടെ മുറുകെ പിടിക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഏത് ചടങ്ങുകളായാലും, അത് ഏത് സഭയിലെ ചടങ്ങുകളായാലും ഇതൊക്കെ പരിശോധിക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കേണ്ടത്? കണ്ണടച്ച് എല്ലാം വിശ്വസിക്കുവാൻ ബൈബിൾ നമുക്ക് അനുവാദം തന്നിട്ടില്ല. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. 1 തെസ്സലോണി 5:21. പക്ഷെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിച്ച് നോക്കേണ്ടത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 10 തൊട്ട് വായിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നാം പരിശോധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:10 തൊട്ട്. രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബെറോയായിലേക്ക് അയച്ചു. ഈ സ്ഥലത്തെ യഹൂദർ തെസലോണിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താൽപ്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അവരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു. കൂടാതെ ഗ്രീക്കുകാരിൽ ബഹുമാന്യരായ പല സ്ത്രീകളും പുരുഷന്മാരും. ഇവർ വിശ്വാസം സ്വീകരിച്ചു. എന്താ കാരണം? പൗലോസാണ് പ്രസംഗിച്ചത്. പൗലോസല്ലേ പ്രസംഗിച്ചത്? കണ്ണടച്ച് വിശ്വസിക്കാം, അങ്ങനെ ഇവർ തീരുമാനിച്ചില്ല. ഇവർ ഉത്തമന്മാരായിരുന്നു. ഈ ബെരായായിലുള്ളവർ പൗലോസ് പ്രസംഗിച്ചത് അപ്രകാരം തന്നെയോ എന്ന് പരിശോധിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ വിശുദ്ധ ഗ്രന്ഥം, തിരുവെഴുത്ത് അവർ പരിശോധിച്ചു. പൗലോസ് പറയുന്നത് സത്യമാണോ? അപ്പോൾ പൗലോസ് പറഞ്ഞത് കൃത്യമാണ്, എല്ലാം തിരുവെഴുത്തിന് അനുസൃതമായ കാര്യങ്ങളാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർ വിശ്വസിച്ചു. അല്ലാതെ ഒരു പ്രസംഗം കേട്ടു കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു, നോ, അങ്ങനെയല്ല. ഈ സ്ഥലത്തെ യഹൂദർ തെസലോണിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താൽപ്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ, അതായത് പൗലോസ് പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, പഴയ നിയമ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പലരും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ പല പാരമ്പര്യങ്ങളും മറിയഭക്തിയും സ്വരൂപവണക്കവും വചനവിരുദ്ധമാണ്, ദൈവത്തിന് പ്രകോപനപരമാണ്. ഈ ആചാരങ്ങൾ, ജപങ്ങൾ, മാലകൾ അവർക്കറിയാം, പലർക്കും അറിയാം. പക്ഷേ അവർക്ക് ഈ പാരമ്പര്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പാരമ്പര്യത്തിന് വലിയൊരു ബന്ധനമുണ്ട്. കാരണം ഈ പാരമ്പര്യം പാലിച്ചാൽ
ഈ പാരമ്പര്യം പ്രചരിപ്പിക്കുന്ന സഭകളും നേതാക്കളും ഇവരെ അംഗീകരിക്കും. പാരമ്പര്യം പാലിച്ചാൽ മാത്രമാണ് ഈ പാരമ്പര്യം പ്രചരിപ്പിക്കുന്ന നേതാക്കളുടെ പ്രസാദം പിടിച്ചു പറ്റാൻ പറ്റുകയുള്ളൂ. പാരമ്പര്യം അവഗണിക്കുകയാണെങ്കിൽ ഈ പാരമ്പര്യം പ്രചരിപ്പിക്കുന്ന നേതാക്കൾ ഉടനെ ശത്രുക്കളായിട്ട് മാറും. അത് പലരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചാൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. അതിന് താല്പര്യമില്ല. പാരമ്പര്യം പ്രമാണിച്ചാൽ, അനുസരിച്ചാൽ, അത് മുറുകെ പിടിച്ചാൽ ആ പാരമ്പര്യം പ്രചരിപ്പിക്കുന്ന നേതാക്കളുടെ അല്ലെങ്കിൽ സഭകളുടെ പ്രസാദം കിട്ടും. പക്ഷെ ഒരു കാര്യവുമില്ല, ആത്മാവ് എവിടെ പോകും? ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ വേണ്ടി പാരമ്പര്യം വിടുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം കിട്ടും. ഇത് ഏത് വേണം? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2:13 വായിക്കാം. യിരെമ്യാ 2:13 സജീവ് ബ്രദർ. യിരെമ്യാ 2:13. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അവർ ജീവജലത്തിന്റെ ഉറവിയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ കാലത്തും ഈ പാരമ്പര്യത്തിന്റെ പുറകെ പോകുന്ന ആളുകളുണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാരുടെ വാക്ക് കേട്ട് യഥാർത്ഥ വചനം ഉപേക്ഷിച്ചവരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരമാണ് പ്രവചിച്ചത്. യിരെമ്യാ 2:13. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. പാരമ്പര്യത്തിൻ്റെ പുറകെ പോകുന്നവർ അധ്വാനിക്കുന്നുണ്ട്. വചനവിരുദ്ധങ്ങളായ ജപങ്ങളും ആചാരങ്ങളും ബലികളും അതൊക്കെ അനുഷ്ഠിക്കുവാൻ എത്രയോ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സമയം മാറ്റിവെക്കുന്നവരുണ്ട്. കാരണം ഒരു പൊട്ടക്കിണർ കുഴിക്കാനും അധ്വാനമുണ്ടല്ലോ. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഈ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കാനും അധ്വാനമുണ്ട്. ഈ വചനവിരുദ്ധങ്ങളായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ സമൃദ്ധമായി ഇന്ന് പല സഭകളിലുമുണ്ട്. അതൊക്കെ അനുഷ്ഠിക്കുന്നവർ എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. വല്ല പ്രയോജനവും ഉണ്ടോ? നമുക്കെല്ലാവർക്കും കൊളോസ്യർ 2:8 2 തവണ സത്യവേദ പുസ്തകത്തിൽ നിന്ന് ഒന്ന് നോക്കി വായിച്ച് ഇന്നത്തെ വചന പ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ തുടരാം. എല്ലാവരും ബൈബിൾ തുറന്ന് കൊളോസ്യർ 2:8 മാത്രം 2 തവണ സത്യവേദ പുസ്തകത്തിൽ നിന്ന് നോക്കി വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്ത വിധം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. വീണ്ടും വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ക്രിസ്തുവിന് യോജിക്കാത്ത എല്ലാ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ജപങ്ങളും മാലകളും ഒക്കെ ഉപേക്ഷിച്ചാൽ നന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. സജീവ് ബ്രദർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന മുമ്പിൽ കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, മാനുഷിക പാരമ്പര്യവും ഭർത്തർ പ്രലോഭനം കൊണ്ടും ആരും ഞങ്ങൾ വഴിതെറ്റിക്കേണ്ടി വരുത്താതെ വണ്ണം കർത്താവിന്റെ വചനത്തിന് യോഗ്യമാവണം കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട അധികമായ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. വചനം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങളെല്ലാം പരിശുദ്ധമാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ വചന പഠനത്തിൽ കൂടെ അനേകം കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി തന്നിരുന്നല്ലോ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ച് വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അധികമായ ശക്തിയും ബലവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് കർത്താവിനോട് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ആത്മീയമായി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദാസനെ ബലപ്പെടുത്തണം. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനാൽ സ്തോത്രം. മഹത്വം പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവേ, വരേണമേ. കർത്താവേ, കർത്താവേ. നാം പഠിക്കുന്ന കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് പലരും 8 വാക്യങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. ഇനിയും നമ്മളിങ്ങനെ ഓരോ വാക്യങ്ങൾ മുന്നോട്ട് പോകും തോറും അത് ഓരോ വാക്യങ്ങൾ കൂടുതലായിട്ട് അടുത്ത വാക്യം പഠിച്ച് അങ്ങനെ ആ അധ്യായം മുഴുവനായിട്ട് പഠിക്കുവാൻ ഇടയാകട്ടെ. റോസ സിസ്റ്റർ എത്രത്തോളം പഠിച്ചു? ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്.